ശിലോഹായിൽ ഗോപുരം വീണു. അതിൽ നരരേറെ മരിച്ചു വീണു. അനുതപിച്ച് വരം നേടിയില്ലെങ്കിൽ നമ്മളും ഇതുപോലെ തകർന്നു പോകും. മനുഷ്യാനീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുന്നു നാം എന്ന ഓർമ്മപ്പെടുത്തലുമായി വീണ്ടും ഒരു നോമ്പുകാലം നമ്മിലേക്ക് എത്തിച്ചേരുകയാണ്. എന്തിനാണ് ഈ നോമ്പുകാലം? വളരെ ലളിതമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. ടു ബിക്കെയിം ബെറ്റർ, നമ്മളെ കൂടുതൽ ആത്മീയമായും വ്യക്തിപരമായും കൂടുതൽ മെച്ചപ്പെടുത്താനാണ് ഇത്തരത്തിലുള്ള നോമ്പുകാലങ്ങൾ മനുഷ്യന് പ്രയോജനപ്പെടുന്നത്. ഒരിക്കലും ഒരു ട്രെയിൻ യാത്രയിൽ ഒരു യാത്രക്കാരൻ ട്രെയിൻ നിർത്തിയപ്പോൾ കയറി ഒരു സീറ്റിലിരുന്ന ആളോട് എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടു. അയാൾ എഴുന്നേറ്റില്ല. ഒരടി കൊടുത്തു. അയാൾ എഴുന്നേറ്റ് മാറി. ഇയാൾ കയറിയിരുന്നു. ട്രെയിൻ മുന്നോട്ട് പോയി. അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയപ്പോൾ വേറൊരാൾ കയറി. അയാളും വന്ന് ഇയാളോട് സീറ്റിലിരുന്ന ആളോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റില്ല. ഒരടി കൊടുത്തു. അയാൾ എഴുന്നേറ്റ് പോയി. പുതിയ ആൾ കയറിയിരുന്നു. അടുത്ത സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ വീണ്ടും ഇതുപോലെ ഒരാൾ കയറുന്നു. ഒരടി കൊടുക്കുന്നു. സീറ്റിൽ നിന്ന് ഇരുന്ന ആൾ എഴുന്നേറ്റ് മാറുന്നു. പുതിയ ആൾ കയറിയിരിക്കുന്നു. ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ്. ഈ ഒരു ചെറിയ ഒരു കഥ സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ശീലങ്ങളെയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ എല്ലാ ശീലങ്ങളും നമ്മളിങ്ങനെയാണ്, ഞാനിങ്ങനെയാണ് എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒന്ന് മാറ്റി നമ്മളെ ഒന്ന് റീവാമ്പ് ചെയ്യാനും നമ്മളെ ഒന്ന് പുനഃക്രമീകരിക്കാനും വേണ്ടിയാണ് നോമ്പുകാലം പ്രധാനമായിട്ടും പ്രയോജനപ്പെടുത്തേണ്ടത്. ഈ നോമ്പുകാലത്തിൽ നമ്മൾ എടുത്ത് പറയുന്ന ഒരു ശ്ലോകം പോലെ നമ്മൾ കേൾക്കുന്നവയാണ് പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. ഇതാണ് പ്രധാനമായിട്ടും സഭ ഈ നോമ്പുകാലത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. എങ്ങനെയാണ് ഈ പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം നമ്മുടെ ഈ ഒരു ക്രൈസ്തവ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നത്? നമ്മൾ വിചാരിക്കും ചിലപ്പോൾ വല്ല അച്ഛന്മാർ സൃഷ്ടിച്ചെടുത്തതാണോ, അല്ലെങ്കിൽ സഭ ഉണ്ടാക്കി വെച്ചതാണോ? അല്ല, ചരിത്രപരമായിട്ട് ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോഴേക്കും ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് ക്രിസ്തുവിന് പല നിയമജ്ഞരുമായിട്ടും വളരെ നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. പല നിയമജ്ഞരുമായിട്ടും അക്കാലത്ത് കൂടെ ഇരുന്ന് ക്രിസ്തു ഭക്ഷണം പോലും കഴിക്കുമായിരുന്നു. അപ്പോൾ നിയമജ്ഞരുടെ ഇടയിലുണ്ടായിരുന്ന നല്ല കുറേ ശീലങ്ങൾ, അതിൻ്റെ ഒരു കാതലാണ് പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. അപ്പോൾ കർത്താവ് അംഗീകരിച്ച ഒരു വാക്യങ്ങളും കൂടിയാണ് നോമ്പുകാലത്ത് പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. പ്രാർത്ഥന വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്നതാണ്. പ്രെയർ നമ്മളെപ്പോഴും എല്ലായ്പ്പോഴും ദൈവത്തിലേക്ക് അടുത്ത് നല്ല പ്രെയർ, നല്ല രീതിയിൽ കണക്ഷനിൽ നിൽക്കണമെന്നില്ല. നമ്മൾ പലപ്പോഴും ഡിസ്കണക്റ്റ് ആയിപ്പോകും. നമ്മൾ നെറ്റ്വർക്കിന് പുറത്തായി പോകുന്നതാണ്. കുഴപ്പമില്ല, നമ്മൾ തിരിച്ച് വരുന്നതാണ്, അനുദപിക്കുന്നതാണ് ദൈവത്തിന് ഏറെ ഇഷ്ടം. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു അവസരത്തിൽ കൂടുതൽ നല്ല രീതിയിൽ പ്രാർത്ഥനയിലൂടെ ദൈവത്തിലേക്ക് വീണ്ടും റീകണക്ട് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. അത് കൂടുതൽ ദൈവത്തിന് സന്തോഷകരമായ ഒരു കാര്യമായിരിക്കും. ഉപവാസം നമ്മൾ ബൈബിളിലുടനീളം കാണുന്നുണ്ട്. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ശക്തിയാണ്, കൂടുതൽ ഫലപ്രദമാണ്. അത് ബൈബിളിലുടനീളം നമ്മൾ കാണുന്ന ഒരു കാര്യങ്ങളാണ് ഉപവാസ പ്രാർത്ഥനകളെല്ലാം. അപ്പോൾ ഈ ഉപവസിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രാർത്ഥനാരൂപിയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും കൃപകളും വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു. അതോടൊപ്പം തന്നെ ബയോളജിക്കലി നമ്മുടെ ശാരീരികമായ ഘടനയിലും നമുക്ക് ഈ ഉപവാസവും അതുപോലെ തന്നെ ഈ ഹാർഡായിട്ടുള്ള ഫുഡുകൾ, നോൺ വെജുകളൊക്കെ നമ്മൾ പലരും വർജിക്കാറുണ്ട്. ഈ സമയങ്ങളിൽ മാംസ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്നത് ശരീരത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും നമ്മളെ ശരീരത്തെ തന്നെ ഒന്ന് റിവാമ്പ് ചെയ്യാനും ഇത് കൂടുതൽ ഉപകാരപ്രദമാണ്. പിന്നീടുള്ളതാണ് ദാനധർമ്മം. ദശാംശം നമ്മൾ നൽകണമെന്ന് നമ്മളെല്ലാം ദശാംശം നൽകാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള സമ്പത്തിൻ്റെ എല്ലാം 10% ദൈവത്തിനും മറ്റുള്ളവർക്കൊക്കെ വേണ്ടി നമ്മൾ സമ്മാനിക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ ധനവാന്റെയും ലാസറിൻ്റെയും ഒരു ഉപമ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ധനവാൻ മരിച്ചു മുകളിലേക്ക് ചെന്നപ്പോൾ, പീഡനങ്ങൾ അനുഭവിച്ചപ്പോൾ ദൈവത്തോട്, കർത്താവിനോട് ചോദിച്ചു, ഞാൻ നിന്റെ കൽപ്പനകളെല്ലാം പാലിച്ചു, നീ പറഞ്ഞതുപോലെ എല്ലാം ജീവിച്ചു, എന്നിട്ടും എനിക്കെന്താ ഈ ഒരു ഗതി വന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും അതിനൊരു മറുപടിയായിട്ട് പറയാണ്, നിന്റെ വീടിന് പുറത്ത് ലാസർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവൻ ജീവിച്ചിരുന്നു, നീ അവന് വേണ്ടി എന്ത് ചെയ്തു? അതാണ്. അപ്പം നമ്മൾ നിയമങ്ങളനുസരിച്ചും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെയും എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വളരെ ക്ലിയറാണ്, ഞാൻ വളരെ ഡീസൻ്റാണ് എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോഴും പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള
ഒരു ഉത്തരവാദിത്വം കൂടി ക്രൈസ്തവരെന്നുള്ള നിലയിൽ നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾ കൂടി നമ്മൾ ചെയ്യണം. അപ്പം അതുപോലെ തന്നെ ഇന്ന് ദാനധർമ്മത്തിൽ പണം മാത്രമല്ല, സമയവും നമ്മൾ സമൂഹത്തിനും ദൈവത്തിനും വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ടിയിരിക്കും. നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും എല്ലാം നമ്മുടെ സമയവും കൂടി അവകാശപ്പെട്ടതാണ്. അവർക്ക് വേണ്ടി കൂടി പ്രവർത്തിക്കാൻ നമ്മളെല്ലാവരും കടമപ്പെട്ടിരിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ ആ പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും ഓരോ തലങ്ങളിലും നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നമ്മളുടെ ഇഷ്ടങ്ങളല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം ഓരോ കാര്യങ്ങളിലും നിറവേറട്ടെ എന്നുള്ള ഒരു തീരുമാനമായിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇപ്പോൾ ഈ നോമ്പ് കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ നമുക്കറിയാം പൊങ്ങി വരുന്നത് യൂദാസ് എന്ന് പറഞ്ഞ യേശുവിൻ്റെ ശിഷ്യനെയാണ്. യൂദാസിൻ്റെ ഒരു ജീവിത കാലങ്ങളിലേക്ക് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. യൂദാസ് കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യനായിരുന്നത് കൊണ്ടാണ് കർത്താവ് യൂദാസിനെ പണസഞ്ചി ഏൽപ്പിച്ചതും സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചതും അത് ഉത്തരവാദിത്തോടെ കൈകാര്യം ചെയ്യുമെന്നുള്ള വിശ്വാസവും ഉണ്ടായതുകൊണ്ടാണ്. ഒരിക്കലും ആ ചുമതലയിൽ നിന്നും യൂദാസിനെ കർത്താവ് പറഞ്ഞു മാറ്റി നിർത്തിയിട്ടില്ല. പക്ഷേ ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ സമ്പത്തും പലരും സ്വത്തുക്കളും പല കാര്യങ്ങളും വിറ്റ് വലിയ പണങ്ങൾ ഏൽപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ മഗ്ദലേന മറിയം ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചൊരു സ്ത്രീ ആയിരുന്നു. അവരൊക്കെ സ്വർണ്ണങ്ങളൊക്കെ കർത്താവിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകിയിരുന്നു. അപ്പോൾ ഇത്രയും പൈസ കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തി വെറും ഒരു 30 കാശിന് വേണ്ടി കർത്താവിനെ, തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിനെ ഒറ്റിക്കൊടുക്കുമോ എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ഞാനൊന്ന് പഠിക്കുവാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് യൂദാസിൻ്റെതായിട്ടുള്ള കുറേ മനസ്സിൻ്റെ യൂദാസിൻ്റെ കുറേ ചിന്തകളും യൂദാസിൻ്റെ കുറേ പദ്ധതികളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓശാന ഞായറാഴ്ചത്തേക്ക് ശേഷമാണ് പൊതുവെ എല്ലാ യഹൂദരുടെ എല്ലാം പദ്ധതികളും പ്ലാനുകളും സ്വപ്നങ്ങളും ഒക്കെ മാറ്റിമറിക്കപ്പെടുന്ന രീതിയിൽ കർത്താവിൻ്റെ പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിൽപ്പെട്ട ഒരാളായിരുന്നു യൂദാസ്. അപ്പോൾ യൂദാസ് ഒരിക്കലും ചിന്തിച്ചില്ല കർത്താവ് ഇങ്ങനെ ക്രൂശുമരണത്തിന് വിധിക്കപ്പെട്ട് ഇങ്ങനെ മരണപ്പെടുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല അദ്ദേഹം ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. അപ്പോൾ ഈ നീക്കം നടത്തിയത് പക്ഷെ പാളിപ്പോയി. അപ്പം അതിൻ്റെ അർത്ഥം പാളിപ്പോയത് മാത്രമല്ല, പിന്നീട് ഇദ്ദേഹം കുറേ അനുദവിക്കുന്നുണ്ട്. ഈ പൈസ വലിച്ചെറിയുന്നു, ഒടുവിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു, തൂങ്ങി മരിച്ച് അവസാനിപ്പിക്കുന്നു. അത്രയേറെ അതിൻ്റെ അകത്തൊരു പ്രായശ്ചിത്തം കൂടി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷേ ഇപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഒരിക്കലും നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ പദ്ധതികളോ നമ്മൾ വിചാരിക്കുന്നത് പോലെയോ കാര്യങ്ങളൊന്നും ഒരു പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ നടക്കണമെന്നില്ല. അങ്ങനെ നടക്കണമെന്നും നമ്മളുടെ പ്ലാൻ അനുസരിച്ച് വർക്കൗട്ട് ആവണമെന്നൊന്നും ആഗ്രഹിച്ച് നമ്മൾ ഒരിക്കലും ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കാനും ചെല്ലരുത്. എല്ലാം ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുക, ദൈവത്തിൻ്റെ തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം. അതുപോലെ തന്നെ മാർപ്പാപ്പ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ലെങ്കിലും നമുക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനെങ്കിലും ഈ നോമ്പ് കാലത്ത് നമുക്ക് ശ്രമിക്കാം. ആ ഒരു നല്ല ചിന്തയോടുകൂടി കൂടുതൽ നന്നായിട്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ നോമ്പ് കാലത്ത് നമുക്ക് പെർഫോം ചെയ്യാം. ഒരു വ്യക്തി പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവന് കിട്ടുന്ന അവസരങ്ങൾ എത്രമാത്രം പ്രയോജനപ്പെടുത്തി അവൻ കൂടുതൽ ആ സാഹചര്യങ്ങളിൽ ബെറ്റർ ആകുക എന്നുള്ളതാണ് അയാളുടെ ഒരു വിജയം. അപ്പോൾ നമുക്ക് ഈ നോമ്പുകാലം കിട്ടിയിരിക്കുന്നത് നമുക്ക് ആ നോമ്പുകാല ചിന്തകളെല്ലാം പ്രയോജനപ്പെടുത്തി കൂടുതൽ നല്ല വ്യക്തിയായിട്ട് വളരുവാനുള്ള കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.